ഹായ്, ഞാൻ ശിവദാസൻ. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാസീവ് വോയിസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. ആക്റ്റീവ് വോയിസിലത്തെ 12 ടെൻസും ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ആക്റ്റീവ് വോയിസിൽ ഒന്നുകൂടെ പറയുന്നു. കർത്താവ് വെച്ചിട്ടാണ് വാചകങ്ങൾ തുടങ്ങാറുള്ളത്. അതിന് ഉദാഹരണം നമ്മൾ പ്രസൻറ്റ് സിമ്പിളിലത്തെ ഒരു ടെൻസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഗൗതം റൈറ്റ്സ് എ ലെറ്റർ. ഗൗതം എന്നുള്ളത് കർത്താവാണ്. റൈറ്റ് എന്നുള്ളത് വെർബാണ്. റൈറ്റ്സ് എന്നുള്ളത് വെർബാണ്. യെസ് ചേർത്തു. എ ലെറ്റർ എന്നുള്ളത് ആ സെൻറ്റൻസിലത്തെ കർമ്മമാണ്. ഗൗതം ഒരു കത്തെഴുതുന്നു എന്നാണ് പ്രസൻറ്റ് സിമ്പിളിലെ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇങ്ങനെ 12 രൂപത്തിലും നമ്മൾ 12 ടെൻസിലുള്ളത് പഠിച്ചു കഴിഞ്ഞു. കർത്താവിനെ കൊണ്ട് തുടങ്ങുന്ന 12 ടെൻസിലുള്ള സെൻറ്റൻസുകൾ ചോദ്യം ഉണ്ടാക്കാനും നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും എല്ലാം പഠിച്ചു. ഇതിനെല്ലാം ഈ സെൻറ്റൻസുകളെല്ലാം പഠിച്ചത് നമ്മൾ ആക്റ്റീവ് വോയിസിലാണ്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ആ സെൻറ്റൻസ് തുടങ്ങുന്നത് കർത്താവിനെ കൊണ്ടായിരിക്കും. അപ്പോൾ കർത്താവിനെ കൊണ്ട് അല്ലാതെ സെൻറ്റൻസ് തുടങ്ങുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയുണ്ട്. കർത്താവിനെ അല്ലാതെ സെൻറ്റൻസ് തുടങ്ങാം. കർമ്മം കൊണ്ടും സെൻറ്റൻസ് തുടങ്ങാറുണ്ട്. അതിനെ നമ്മൾ പാസീവ് വോയിസ് കർമ്മണി പ്രയോഗം എന്നും പറയും. കർമ്മണി എന്ന് പഠിച്ചതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷേ അത് പാസീവ് വോയിസ് എന്ന് പറഞ്ഞിട്ടൊരു ഉപയോഗം, ഒരു യൂസേജ് ഉണ്ട് ഇംഗ്ലീഷിൽ എന്ന് മനസ്സിലാക്കണം. അതിലെങ്ങനെയാണ് സെൻറ്റൻസ് പരിവർത്തനം നമ്മൾ ചെയ്യുന്നത്, ആക്റ്റീവ് വോയിസിലത്തെ പാസീവ് വോയിസിലേക്ക് ആക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. അതിൽ വരുന്ന അർത്ഥ വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കണം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. ഇതിനെക്കുറിച്ച് പ്രസൻറ്റ് ടെൻസിലത്തെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതും പാസ്റ്റ് സിമ്പിളിലെ പാസീവ് വോയിസ് ആയിരുന്നു. ഗൗതം റോട്ട് എ ലെറ്റർ. ഗൗതം എന്നുള്ള കർത്താവിനെ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ് റോട്ട് എ ലെറ്റർ. ഗൗതം ഒരു കത്തെഴുതി. അതിൻ്റെ പാസീവ് വോയിസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഗൗതം റോട്ട് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഗൗതം ഒരു കത്ത് എഴുതി പറഞ്ഞു ചെയ്തു എന്ന അർത്ഥത്തിലാണ് ആക്റ്റീവ് വോയിസ് പാസ്റ്റ് സിമ്പിളിൽ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാറുള്ളത്. ഇനി അതിൻ്റെ പാസീവ് വോയിസ് ഉണ്ടാക്കുമ്പോഴെങ്ങനെ, എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഗൗതം. ഗൗതമിനാൽ ഒരു കത്ത് എഴുതപ്പെട്ടു. റോട്ട് എന്നുള്ളത് വാസ് റിട്ടൺ എന്നായി. ഗൗതം ഒരാളായതുകൊണ്ട് വാസ് റിട്ടൺ എന്നും, ഒന്നിലധികമാണ് എങ്കിൽ വേർ റിട്ടൺ എന്നും പറയും. ഇത് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. എ ലെറ്റർ എന്നുള്ളത് ഒരു ലെറ്റർ ആയതുകൊണ്ട് ലെറ്റർ വാസ് റിട്ടൺ ബൈ ഗൗതം. എ ലെറ്റർ എന്നുള്ള കർമ്മമാണ് അതിൽ സെൻറ്റൻസിൽ തുടക്കം. അതുകൊണ്ട് വാസ് റിട്ടൺ. ഒന്നിലധികം ലെറ്റേഴ്സ് ആണെങ്കിൽ ലെറ്റേഴ്സ് വേർ റിട്ടൺ ബൈ ഗൗതം. അപ്പോൾ വേർ റിട്ടൺ വാസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എഴുതപ്പെട്ടു എന്നാണ്. അപ്പോൾ നമ്മളതിൽ ആക്റ്റീവ് വോയിസിൽ എങ്ങനെ നോക്കി, ഗൗതം റോട്ട് എ ലെറ്റർ എന്നുള്ളത് എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഗൗതം എന്നായി മാറും പാസീവ് വോയിസിൽ. ഗൗതം റോട്ട് എ ലെറ്റർ എന്നുള്ളതിൻ്റെ അർത്ഥം ഗൗതം ഒരു കത്ത് എഴുതി എന്നുള്ളത് ഒരു കത്ത് ഗൗതമിനാൽ എഴുതപ്പെട്ടു എന്നായിട്ട് മാറും മലയാളത്തിൽ. ആ എഴുതപ്പെട്ടു എന്നുള്ളതിന് വാസ് റിട്ടൺ. ഒരു കത്താണ്. ഒന്നിലധികം കത്തുകളാണെങ്കിൽ ലെറ്റേഴ്സ് വേർ ഒന്നിലധികം ബഹുവചനമായപ്പോൾ വേർ ഉപയോഗിച്ചു. വേർ റിട്ടൺ എഴുതപ്പെട്ടു ബൈ ഗൗതം. ഗൗതമിനാൽ കത്തുകൾ എഴുതപ്പെട്ടു. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അടുത്ത ലെസണിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിൽ ആക്റ്റീവ് വോയിസ് എങ്ങനെയാണ് വരാറുള്ളതെന്ന് ആദ്യം നോക്കാം. ഗൗതം വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതുകയായിരുന്നു അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരുന്നു. ഗൗതം ആൻഡ് മാധുരി വേർ റൈറ്റിംഗ് ലെറ്റേഴ്സ്. ഗൗതമും മാധുരിയും കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ എഴുതുകയായിരുന്നു. ഇതാണ് ആക്റ്റീവ് വോയിസ്. ഗൗതം വാസ് റൈറ്റിംഗ്, വേർ റൈറ്റിംഗ്, എഴുതിക്കൊണ്ടിരുന്നു, എഴുതുകയായിരുന്നു എന്ന രീതിയിലാണ് അർത്ഥം വരുന്നത്. അതിനെ നമ്മൾക്ക് പാസീവ് വോയിസ് ആക്കണം. അതാണ് നമ്മുടെ വിഷയം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞു വെച്ചത്. അപ്പോൾ ഗൗതം വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഈ വാസ് റൈറ്റിംഗ് എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് ആകുമ്പോൾ വാസ് ബീയിങ് റിട്ടൺ എന്നായി മാറും. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഗൗതം. എ ലെറ്റർ എന്നുള്ളത് ഒന്നായതുകൊണ്ട് വാസ് ബീയിങ് റിട്ടൺ. ബീയിങ് എന്നുള്ളത് കണ്ടിന്യൂസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തതാണ് എന്ന് ഓർമ്മിച്ചാൽ മതി. ബീയിങ് എന്ന് പറഞ്ഞാൽ BEING ഇതാണ് സ്പെല്ലിങ് വരുന്നത്. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വാസ് ബീയിങ് റിട്ടൺ എന്നാണ്. എഴുതപ്പെട്ടുകൊണ്ടിരുന്നു എന്നാൽ പാസ്റ്റ് ആയതുകൊണ്ട് ഇരുന്നു. ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പ്രസൻ്റ് ആവും.
പാസ്റ്റ് ആവുമ്പോൾ ഇരുന്നു. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഗൗതം. വാസ് ബീയിങ് റിട്ടൺ, എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. ഇരിക്കുന്നു എന്നല്ല, ഇരുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൗതമിനാൽ ഒരു കത്ത് എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. ഈ രീതി എന്തിനാ ഇങ്ങനെയൊക്കെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പിടിക്കുന്നു? ഇങ്ങനത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കുന്ന സന്ദർഭം ഒട്ടനവധിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. നമ്മൾ വളഞ്ഞും തിരിഞ്ഞും ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോഴൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. വാസ് ബീയിങ് ടേക്കൺ, വാസ് ബീയിങ് റിട്ടൺ, ഈ രീതിയിൽ. അതുകൊണ്ടാണ് ഇത് പഠിക്കേണ്ടതായിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളതും. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഗൗതം വാസ് റൈറ്റിംഗ് എ ലെറ്റർ. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഗൗതം. ഗൗതം വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതുകയായിരുന്നു, എഴുതിക്കൊണ്ടിരുന്നു. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ, എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. ഈ പെട്ടു എന്നുള്ളതാണ് പാസീവ് വോയിസിൽ വരിക. അങ്ങനെ തന്നെ സൂത്രത്തിൽ പഠിച്ചു വയ്ക്കുക. എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. ഇരിക്കുന്നു എന്നല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുന്നു പാസ്റ്റ്. അപ്പോൾ ഒരു കത്ത് ഗൗതമിനാൽ എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. ഇനി അതിന് നമുക്ക് ഒരു കത്ത് എന്നുള്ളത് കത്തുകളാക്കുക, ഒന്നിലധികം ബഹുവചനാക്കുമ്പോഴെന്താവും? ലെറ്റേഴ്സ് വേർ. അപ്പോൾ ലെറ്റേഴ്സ് ഒന്നിലധികമല്ല, അപ്പോൾ വേറല്ലേ? വേർ റിട്ടൺ ബൈ ഗൗതം. കത്തുകൾ ഗൗതമിനാൽ എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. ഇനി ഇതെന്താണ് നോക്കേണ്ടത്? വാസ് ബീയിങ് റിട്ടൺ, വേർ ബീയിങ് റിട്ടൺ. വാസ് ബീയിങ് റിട്ടൺ, എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. വേർ ബീയിങ് റിട്ടൺ, എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. ഐ എന്നാണെങ്കിൽ വാസ് എന്നാണ് ഉപയോഗിക്കാറ്. അത് നമ്മൾ ആക്റ്റീവ് വോയിസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാസീവിലാവുമ്പോൾ വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇനി ഇതിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ നോട്ട് ചേർത്താൽ മതി. എ ലെറ്റർ വാസ് നോട്ട് ബീയിങ് റിട്ടൺ ബൈ ഗൗതം. ഇത് വലിയ ഇതൊന്നുമില്ല, അത്ര പ്രയാസപ്പെടാനോ ടെൻഷൻ ആവാനൊന്നുമില്ല. നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ നെഗറ്റീവ് ആയി കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഗൗതം. ഗൗതമിനാൽ ഒരു കത്ത് എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. ലെറ്റേഴ്സ് വേർ ബീയിങ് റിട്ടൺ ബൈ ഗൗതം. കത്തുകൾ ഗൗതമിനാൽ എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. രണ്ടും, ഒന്ന് വാസ് ബീയിങ് റിട്ടൺ, ഒന്ന് വേർ ബീയിങ് റിട്ടൺ. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഗൗതം പോയി ഗൗതമിൻ്റെ ജോലി ചെയ്യട്ടെ. പക്ഷെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്, ഇവിടെ പഠിക്കാനുള്ളത് വാസ് ബീയിങ് റിട്ടൺ, വേർ ബീയിങ് റിട്ടൺ. ഇനി റിട്ടൺ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് വെർബ് മാറ്റി വേറെ വെർബ് നിങ്ങൾക്ക് വെക്കാം. ഏതെങ്കിലും ഒരു വെർബ് വെച്ചിട്ട് അതിൻ്റെ അർത്ഥം ഉണ്ടാക്കുക. എന്താ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്, എഴുതിക്കൊണ്ടിരുന്നു. നമ്മളിപ്പോൾ എഴുതുക എന്നുള്ള വെർബാണ് ഉപയോഗിച്ച് മാറ്റിയിട്ട് കുടിക്കുകയാണ്. കുടിച്ചുകൊണ്ടിരുന്നു, കുടിക്കുകയായിരുന്നു, കുടിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഈ രീതിയിൽ അർത്ഥം വരും. നമുക്ക് ഓർമ്മിക്കാനുള്ള അർത്ഥവും പഠിക്കാനുള്ള അർത്ഥവും ഇവിടെ എന്താണ്? എഴുതിക്കൊണ്ടിരുന്നു, എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. കണ്ടിന്യൂസ് ആണ്. എഴുതിക്കൊണ്ടിരുന്നു. ഗൗതം വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതുകയായിരുന്നു, എഴുതിക്കൊണ്ടിരുന്നു. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ. വാസ് ബീയിങ് റിട്ടൺ, എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. ഈ അർത്ഥത്തെ ഈ രീതിയിലാണ് അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ലെറ്റേഴ്സ് എന്നായപ്പോൾ വേർ ബീയിങ് റിട്ടൺ. അപ്പോൾ നമ്മുടെ ഫോക്കസ് എവിടെയാണ്? വാസ് ബീയിങ് റിട്ടൺ, വേർ ബീയിങ് റിട്ടൺ. ഒന്ന് മനസ്സിലാക്കുക. വാസ് റൈറ്റിംഗ് എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് ആവുമ്പോൾ വാസ് ബീയിങ് റിട്ടൺ. വേർ റൈറ്റിംഗ് എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് ആവുമ്പോൾ വേർ ബീയിങ് റിട്ടൺ. ഇങ്ങനെ ആയിട്ട് മാറും. അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം, എഴുതിക്കൊണ്ടിരുന്നു എന്നുള്ളത് എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. രണ്ടിനും അർത്ഥത്തിനും വലിയ ഒരു വ്യത്യാസവും ഇല്ല. വാസ് ബീയിങ് റിട്ടൺ, വേർ ബീയിങ് റിട്ടൺ. രണ്ടും ഉള്ളത് ഒന്ന് ഏകവചനം വരുമ്പോൾ ഉപയോഗിക്കാനുമാണ്, ഒന്ന് ബഹുവചനം വരുമ്പോൾ ഉപയോഗിക്കാനാണ്. ഇത് ഇത്രയും മാത്രമേ ഓർമ്മിച്ച് വെച്ചാൽ മതി. അടുത്ത ടെൻസിനെ കുറിച്ച്, അടുത്ത ടെൻസിലെ പാസീവ് വോയിസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കൂടുതൽ കുറച്ച് പഠിച്ചിട്ട് അതിന് ഒപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ വരണം. അപ്പോൾ നല്ല ഓർമ്മശക്തി, നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്യാൻ കഴിയും. മറന്നുപോയി അടുത്ത ലെസൺ പഠിക്കുമ്പോൾ ഇത് ഓർമ്മിക്കാതെ മറ്റേതെങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയുക? പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോംവർക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു 10-15 ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങളിതിൽ പെർഫെക്റ്റായി മാറും. ടെൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻസിയിൽ തെറ്റിക്കഴിഞ്ഞാൽ അത് ഒരാളും മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്യുന്നത് നാളെ ചായ കുടിച്ചു എന്ന് പറയുന്ന ഈ വിഡ്ഢിത്തങ്ങൾ പറയുമ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കാരണം വെർബാണ് അതിനെ തീരുമാനിക്കുന്നത്. കുടിക്കും എന്നുള്ള രീതിയിലുള്ള ഡ്രിങ്ക് എന്നുള്ള വെർബ്. നാളെ കുടിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാവും ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന്. മറ്റുള്ള മിസ്റ്റേക്കുകളൊന്നും കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയൂല. അത് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അറിയാതെ നമുക്കത് മേക്കപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കേണ്ടത് ടെൻസ് തന്നെയാണ്. ഏതൊരാളും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ടെൻസ് പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായി പഠിച്ച് എല്ലാവരും ഉഷാറാവട്ടെ ഇംഗ്ലീഷിൽ നിന്ന്.
ഓക്കെ, ശേഷം അടുത്ത ഇത് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒരു കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കാണ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ക്ലാസ് ടെൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോമൺ യൂസേജിൽ, ജനറൽ യൂസേജിൽ കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫ്ലുവൻസി കൂട്ടാനുള്ളതും അതിലുണ്ട്. ഫ്ലുവൻസി കൂട്ടാൻ എനിക്ക് കഴിയില്ല, നിങ്ങൾക്ക് പഠിച്ചാൽ പ്രാക്ടീസാൽ നിങ്ങൾക്കേ കഴിയുള്ളൂ. എനിക്ക് അതിനുള്ള വഴി പറഞ്ഞു തരാൻ കഴിയും. ഒരിക്കലും നിങ്ങളുടെ ഫ്ലുവൻസി കൂട്ടാനുള്ള ക്ലാസ് അല്ല അത്, അതിനെനിക്ക് കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും ചാനൽ കണ്ടതിന് നന്ദി, നമസ്കാരം. ശേഷം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.